ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡാണ് പറയുന്നത്. എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനി എങ്ങോട്ടാണ് പോയതെന്നറിയാതെ നയനയും ആദർശിൻ്റെ അച്ഛനും ഇളയച്ചനുമൊക്കെ വല്ലാത്ത ഒരു ഉത്കണ്ഠയിലാണ്. ഏതോ ഒരു പെൺകുട്ടി ദേവയാനിയെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആദർശിൻ്റെ അച്ഛൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ ചെയ്ത ക്രെഡിറ്റ് അങ്ങനെ വല്ലവരും കൊണ്ടുപോകേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ദേവയാനിയും അബിയും ശരണ്യയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് 50 ലക്ഷത്തിൻ്റെ ചെക്ക് ശരണ്യക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും സേവനം ചെയ്താൽ പണമൊന്നും വാങ്ങാറില്ല, ഇതാദ്യമായിട്ടാണ്, മാഡത്തിനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയും. അങ്ങനെ അബിയും ദേവയാനിയും അവിടുന്ന് ഇറങ്ങി കാറിലിരിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, അവളുടെ കല്യാണത്തിനൊക്കെ നമുക്ക് അവളെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേവയാനിയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറയും. ദേവയാനി ഉള്ളാലെ ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ അബി വഴിയിലിറങ്ങി പിന്നെ ശരണ്യയെയും കൂട്ടി ബാങ്കിൽ പോകുന്നു. ശരണ്യ ചെക്ക് മാറാൻ ശ്രമിച്ചപ്പോൾ ദേവയാനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് 5000 രൂപീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദേവയാനി അവർക്ക് നല്ലൊരു പണി തന്നെയാണ് കൊടുത്തത്. മാത്രമല്ല മുട്ടൻ പണി ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അവർ ഇങ്ങനെ പറഞ്ഞു തീരും മുമ്പേ അതാ അവിടെ പോലീസ് എത്തി. കുറച്ചു മുമ്പേ അബിയും ഫ്രണ്ട്സും അടിച്ച പോലീസ് തന്നെ. അങ്ങനെ രണ്ടിനെയും പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ പോലീസ് പറഞ്ഞു, എന്നെ നീ അടിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ നിന്നെ പൊക്കിയത്, നിനക്കെതിരെ ഒരു പരാതി കിട്ടിയിരുന്നു. അത് മാത്രമല്ല, പോലീസിന് നേരെ കൈവച്ചാൽ അവൻ പിന്നെ ചവിട്ടേറ്റ പാമ്പാണ്. ഇവൾ പിന്നെ ആൾമാറാട്ടം നടത്തി കരള് കൊടുക്കാതിരുന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. 50 ലക്ഷം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനാണ് നിങ്ങൾ 2 പേരെയും പിടിച്ചത്. അതും പറഞ്ഞ് ആദർശനിട്ട് നല്ലവണ്ണം ഇടിയും കൊടുത്തു. അപ്പോഴേക്കും ദേവയാനി അവിടേക്ക് വന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ, ഇനി കേസൊന്നും ഫയൽ ചെയ്യണ്ട എന്നും പറഞ്ഞു. എന്നിട്ട് ദേഷ്യത്തോടെ ദേവയാനി അബിയോട് പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് കമ്പനിയുടെ തലപ്പത്തിരിക്കേണ്ട നിന്നെ ആദർശ് വെറുമൊരു ജോലിക്കാരനാക്കിയത്. പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ് നീ. അതും പറഞ്ഞ് ദേവയാനി ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര തരാമെന്നാ അവൻ പറഞ്ഞത്? ശരണ്യ പറഞ്ഞു, എനിക്ക് 10 ലക്ഷം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 40 ലക്ഷം അവനും. ഇതും പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.